ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ കുളിക്കുന്ന വെള്ളം പോകാനായിട്ടും അതിന് വാഷ് ബേസിൻ അതിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം വെള്ളം പോകാനായിട്ട് നമ്മൾ ട്രാപ്പിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും കുഴിയിലേക്ക് കണക്ട് ചെയ്യാറില്ല. കാരണം ഡയറക്റ്റ് കുഴിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല്, അതായത് നമ്മൾ എവിടെയാണോ ബേസ് ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നത് ആ കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല് ബാത്റൂമിൻ്റെ അകത്ത് റിലീസാവും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളെല്ലാം തന്നെ ഒരു ട്രാപ്പ് കൊടുക്കാറുണ്ട്. ആ ട്രാപ്പിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് കുഴിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിനെ നമ്മൾ മൾട്ടി ട്രാപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ഔട്ട് വരുന്നത് നമുക്ക് 2 ഇഞ്ചാണ് ഔട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ പുറത്തേക്ക് പോകുന്ന ഔട്ട്ലെറ്റ് വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് 3 ഓപ്ഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. 3 1.5 ഇഞ്ച് പൈപ്പുകളാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് കാണാൻ സാധിക്കും, അതായത് സാധാരണ അപേക്ഷിച്ചിട്ട് 4 ഇഞ്ച് ഔട്ടാണ്. ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന 4 ഇഞ്ച് പൈപ്പ് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലാണ് നമ്മുടെ ടൈലിൻ്റെ ഗ്രേറ്റിങ്സ് കാര്യങ്ങളെല്ലാം ടൈലിൻ്റെ ഫില്ല് ചെയ്തിട്ട് ഗ്രേറ്റിങ്സ് വെക്കുന്നത് ഇവിടെയാണ്. ഇതിലൂടെയാണ് വെള്ളം, മുകളിൽ നിന്നാണ് വെള്ളം താഴേക്ക് ഇറങ്ങി ഫില്ല് ആവുന്നത്. നമുക്കിത് 1.5 ഇഞ്ച് പൈപ്പ് ഇതിലൂടെ കണക്ട് ചെയ്യാം, 1.5 ഇഞ്ച് പൈപ്പ് 2, അങ്ങനെ 3 1.5 ഇഞ്ച് പൈപ്പ് നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ക്യാപ്പ് ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും കേട്ടോ. ഇത് ഓരോന്നിനും ക്യാപ്പാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു വാഷ് ബേസിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഷ് ബേസിൻ മാത്രമാണ് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളെങ്കിൽ നമ്മൾ ആ ക്യാപ്പ് ഊരിയെടുത്തതിന് ശേഷം ഏത് പൊസിഷനിലാണോ നമുക്ക് കൊടുക്കേണ്ടത് ആ ക്യാപ്പ് ഊരിയെടുത്തതിന് ശേഷം ബാക്കി രണ്ടും നമ്മൾ ഈ ക്യാപ്പ് ഓൾറെഡി ഫില്ല് ചെയ്ത് വെക്കുക. ഫില്ല് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോൾവെൻറ്റ്, അതായത് സ്റ്റാർ ബോണ്ട് അതുപോലെ തന്നെ PVC ഒട്ടിക്കുന്ന പശ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് തന്നെ ഇടുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ അതിനുള്ളിൽ പുറത്തേക്ക് ലീക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഏരിയ ആണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ആ ഓപ്ഷൻ ആണെങ്കിൽ അത് നമ്മൾ ഒട്ടിച്ച് തന്നെ ഇടുന്നതാണ് ഏറ്റവും ഉത്തമം. അത് നമ്മളിപ്പോൾ ഇവിടെയാണ് നമ്മൾ വാഷ് ബേസിൻ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള അതിലൂടെ നമ്മൾ 1.5 ഇഞ്ച് പൈപ്പ് വാഷ് ബേസിനിലേക്ക് കണക്ട് ചെയ്യും. ബാക്കി വരുന്ന 2 ഏരിയ നമ്മൾ ഇതുപോലെ തന്നെ അതിൻ്റെ തന്നെ ക്യാപ്പ് കമ്പനി തരുന്നുണ്ട്. ആ ക്യാപ്പ് നമ്മൾ PVC ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഏത് പൊസിഷനിൽ വേണമെങ്കിലും, ഇപ്പോൾ ഈ 3 ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് ക്യാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ മതി. പിന്നെ നമുക്ക് ഒരെണ്ണം മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മോണോ ട്രാപ്പ് വരുന്നുണ്ട്, സിംഗിൾ ട്രാപ്പ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻലെറ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് കണ്ടോ, ഈ 2 ഇഞ്ച് പൈപ്പ് സാധാരണ അതിൻ്റെ ലെവലിൽ അപേക്ഷിച്ച് കുറച്ച് ഹൈറ്റിൽ, ഏകദേശം ഒരു ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് ഹൈറ്റിലാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് തൊങ്ങി നിൽക്കുന്നത്. കണ്ടോ, നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നോക്കി അറിയാൻ പറ്റും. പിന്നെ അതിൽ നിന്നും ഔട്ട്ലെറ്റ് പോകുന്നതിൻ്റെ ആ ഏരിയയിൽ കണ്ട ഒരു ഇഞ്ചോളം പൊങ്ങിയാണ് അതിൻ്റെ നിൽക്കുന്നത്. ഈ ഏരിയകളിൽ, ഇത്ര ഏരിയകളിൽ വെള്ളം എപ്പോഴും കെട്ടിക്കിടക്കും. ആ വെള്ളം എപ്പോഴും അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തിരിക്കും. ഇതാണ് ശരിക്കും ട്രാപ്പിൻ്റെ എഫക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. കാരണം ഡയറക്റ്റ് ഡ്രൈ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ സ്മെല്ല്, കുഴിയിൽ നിന്നുള്ള സ്മെല്ല് കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത്. ഈ ഇത്രയും ഭാഗം വെള്ളം നിൽക്കുന്നതുകൊണ്ട് ഓൾറെഡി നമുക്ക് അതിന് ശേഷമാണ് ഔട്ട്ലെറ്റ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അത്രയും വെള്ളം ഓൾറെഡി അവിടെ നിൽക്കും. അതുമാത്രമല്ല ബാക്കിയെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇതിൻ്റെ കാണാൻ സാധിക്കും, ഇതിൽ നിൽക്കുന്ന ഈ ഡോറുണ്ട്, ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന ഷട്ടറാണ്. ഇതിൽ നിൽക്കുന്നത് അതിൻ്റെ അപേക്ഷിച്ച് കുറച്ചുകൂടി താഴ്ത്തിയാണ് നിൽക്കുന്നത്. അതായത് വെള്ളത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് വെള്ളത്തിലൂടെ തന്നെ നമ്മൾ കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല് ഒരിക്കലും വെള്ളം വിട്ട് പുറത്തേക്ക് പോരില്ല. അതായത് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ആ വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് പോരാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ ലെവലിൽ ഓൾറെഡി വെള്ളം അതിൻ്റെ അകത്ത് എപ്പോഴും ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ട്രാപ്പ് കണക്ട് ചെയ്യുന്ന സമയത്ത്, പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിടുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആ ലെവലിൽ വെള്ളം നിൽക്കും. അതിനുശേഷം നമ്മൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ഷട്ടർ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന ഏരിയകളിലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മുടി അതുപോലുള്ള കാര്യങ്ങളെല്ലാം വന്ന് അടയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൈയിട്ട് ഡ്രൈ ആയിട്ട്, അതായത് ഗ്ലൗസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഈ ഷട്ടർ ഊരിയെടുക്കാൻ സാധിക്കും. ഷട്ടർ ഊരിയെടുത്ത് നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് അതുപോലെ തന്നെ ഷട്ടർ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഷട്ടറിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് നമ്മൾ നിൽക്കുന്ന 1 ഇഞ്ച് താഴ്ന്ന് വെള്ളം എപ്പോഴും നിൽക്കുന്നു എന്ന് പറഞ്ഞു, അതിനേക്കാൾ വീണ്ടും കുറച്ചുകൂടി താഴ്ത്തിയാണ് ഈ ഷട്ടർ കൂടി നിൽക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഷട്ടറിൻ്റെ താഴെ നിന്നുള്ള അകലെ ഏകദേശം 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഷട്ടർ അതിനേക്കാൾ താഴ്ത്തി നിൽക്കും. അപ്പോൾ വെള്ളത്തിലാണ് എപ്പോഴും സ്മെല്ല് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ വന്ന് സ്മെല്ല് വന്ന് തട്ടുന്നതുകൊണ്ട്, കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല് വന്ന് തട്ടുന്നതുകൊണ്ട് ബാത്റൂമിൻ്റെ അകത്ത് ഒരിക്കലും സ്മെല്ല് ഉണ്ടാവുന്നില്ല. അതുമാത്രമല്ല, നമുക്കിതിൻ്റെ ഔട്ട് നിങ്ങളൊന്ന് നോക്കി അറിയാൻ പറ്റും. ഔട്ട് എടുക്കുന്നത് സാധാരണ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് ഔട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 4 ഇഞ്ച് പൈപ്പ് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കൊടുക്കുന്നത് ഒട്ടിച്ച്.
ഈ 4 ഇഞ്ച് പൈപ്പ് അതിൻ്റെ തൊട്ട് മുകളിൽ ജസ്റ്റ് ഒന്ന് പശയിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. കാരണം ചെറിയൊരു സ്പേസേ ഉള്ളൂ എങ്കിലും ഒട്ടിച്ച് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി താഴ്ത്തി ട്രാപ്പ് വെച്ച് ബാത്റൂമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രേറ്റിങ്സ്, അതായത് ടൈലിൻ്റെ ഗ്രേറ്റിങ്സും കാര്യങ്ങളും സ്ലോപ്പ് ചെയ്തിട്ട് കുളിക്കുന്ന വെള്ളം അതിലേക്ക് ഗ്രേറ്റിങ്സ് വെച്ച് ടൈലിൽ ഫിനിഷ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഓൾറെഡി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ ട്രാപ്പ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ട്രാപ്പ് വയ്ക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ വെറുതെ ട്രാപ്പ് താഴെ വെക്കരുത്. അത് ഒരു കോൺക്രീറ്റിൽ വേണം ഉറപ്പിക്കാനായിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം മർദ്ദം കൂടുതൽ ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ എന്തെങ്കിലും താഴുകയോ, അതായത് ബാത്റൂമിൻ്റെ ഏരിയ ചെറിയ താഴുകയോ കാര്യങ്ങളൊക്കെ വരികയാണ്. മാത്രമല്ല നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഹാർഡ് മെറ്റീരിയൽ ഇട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അടിവശം പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്, PVC ടൈറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ട്രാപ്പ് ഉറപ്പിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം അതിൽ മാത്രമേ ട്രാപ്പ് ഉറപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ചില ഏരിയകളിലാണെങ്കിൽ ചില തറയുടെ ബാത്റൂമിൻ്റെ ഏരിയകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ പ്ലംബിങ് ചെയ്തതിന് ശേഷം കറക്റ്റ് ചിലപ്പോൾ മണ്ണ് ഫില്ലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ട്രാപ്പിൻ്റെ ഏരിയ താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് നമ്മൾ കോൺക്രീറ്റിൽ വേണം ട്രാപ്പ് ഉറപ്പിക്കാനായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.